എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത മൂന്നാമത്തെ എക്സസൈസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിലെ മൂന്നാമത്തെ എക്സസൈസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, The third term of an arithmetic sequence is 15 and the eighth term is 35. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ തേർഡ് ടേം മൂന്നാമത്തെ പദം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 15 15 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്ത്ത് ടേം എന്ന് പറയുന്നത് 35 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എ 13th ടേം, 13ാമത്തെ ആളിനെ കണ്ടുപിടിക്കണം. അതുപോലെ 23rd ടേം, 23ാമത്തെ ആളിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആരെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ടേം അറിയാം, എട്ടാമത്തെ ടേം അറിയാം, ഇല്ലേ? അടുത്തടുത്തുള്ള ആൾക്കാരാണോ? അല്ല. മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തെ ആൾ, തൊട്ടടുത്ത ആൾക്കാരെ അല്ല തന്നിരിക്കുന്നത്. അടുത്തടുത്തുള്ള ആൾക്കാരായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? അവരെ തമ്മിൽ കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ആളും എട്ടാമത്തെ ആളുമാണ് ഉള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് എട്ടാമത്തെ ആളിൽ മൂന്നാമത്തേനെ കുറയ്ക്കാം. 35 - 15 ഡിവൈഡ് ബൈ അവരുടെ പൊസിഷനെ കൂടിയും കുറയ്ക്കാം. 8 - 3 അതായത് തന്നിട്ടുള്ള ടേമുകളെ തമ്മിൽ കുറയ്ക്കാം. ഡിവൈഡ് ബൈ അവരുടെ പൊസിഷനുകളെ തമ്മിൽ കുറയ്ക്കാം. എത്രാമത്തെ ആളാണെന്നുള്ളത് കുറയ്ക്കാം. 30 - 15 പോയാൽ 20 ഡിവൈഡ് ബൈ 8 നിന്ന് 3 കുറച്ചാൽ 5. സോ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് 13ാമത്തെ ടേമാണ്. സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ മൂന്നാമത്തെ ആളുണ്ട്, എട്ടാമത്തെ ആളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളിനെ എടുക്കാം. ഞാനിപ്പോൾ മൂന്നാമത്തെ ആളിനെ എടുക്കും. 3നോട് എത്ര കൂട്ടിയാൽ 13 കിട്ടും? 3നോട് 10 കൂട്ടിയാലല്ലേ 13 കിട്ടുന്നത്, അല്ലേ? പോസ്റ്റിന്റെ കാര്യമാണ് നോക്കിയത്. 3 എന്ന് പറയുന്ന ആള് 13 ആണെങ്കിൽ എത്ര കൂട്ടണം? 10 കൂട്ടണം. അതായത് മൂന്നാമത്തെ ടേം 13ാമത്തെ ടേം ആകണമെങ്കിൽ തേർഡ് ടേമിനോടൊപ്പം 10 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, അപ്പൊ ചിന്തിക്കേണ്ടതേ ഉള്ളൂ. 3 എങ്ങനെ 13 ആക്കാം? 3നെ 13 ആക്കണമെങ്കിൽ 10 കൂട്ടണം. അപ്പോൾ തേർഡ് ടേമിനോട്, തേർഡ് ടേമായ 15നോട് 10 ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 13ാമത്തെ ടേം കിട്ടും. ഓക്കെ, ആ 10 എന്ന് പറയുന്ന നമ്പർ കിട്ടാനാണ് ഇവരെ തമ്മിൽ ചിന്തിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ തേർഡ് ടേം എത്രയാണ്? 15 പ്ലസ് 10 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? 4. 10 × 4 40, 40 പ്ലസ് 15 55. തേർഡ് ടേം ആയി, സോറി 13th ടേം ആയി 55. ഓക്കെ, ഇനി നമുക്ക് 23rd ടേം കണ്ടുപിടിക്കണം. നമ്മുടെ തേർഡ് ടേം ഉണ്ട്, 8th ടേം ഉണ്ട്, 13th ടേം ഉണ്ട്. ഇതിൽ ആരെ വെച്ച് വേണമെങ്കിലും നമുക്ക് കണക്ക് ചെയ്യാം. ഞാനിപ്പോൾ വീണ്ടും തേർഡ് ടേം എന്ന് പറയുന്ന ആളിനെ തന്നെ വീണ്ടും എടുക്കുകയാണ്. തേർഡ് ടേം 23rd ടേം ആണെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടത്? 20 കൂട്ടണം, അല്ലേ? 3നോട് 20 കൂട്ടിയാലല്ലേ 23 കിട്ടുന്നത്. അപ്പോൾ തേർഡ് ടേമിനോട് 20 ഡി കൂട്ടിയാൽ എത്ര കിട്ടും? 23rd ടേം കിട്ടും. ഓക്കെ, കാരണം നമ്മളവിടെ പറയുന്നത് എത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ടേം തൊട്ടടുത്ത ടേം കിട്ടണമെങ്കിൽ നമ്മൾ ഡിഫറൻസ് ആണ് കൂട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ടേമുകൾ ഞാൻ എടുത്തു. ഒന്നാമത്തെ ടേമിനോട് ഒരു പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ കിട്ടും. അതിനോട് വീണ്ടും ഒരു ഡിഫറൻസ് കൂട്ടിയാലാണ് മൂന്നാമത്തെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ ആളിൽ നിന്ന് ഡയറക്റ്റ് 3ലേക്ക് പോകണമെങ്കിൽ 1 2 2 പ്രാവശ്യം ഡിഫറൻസ് അല്ലേ കൂട്ടിയത്, അല്ലേ? അതുപോലെയാണ് 13ാമത്തെ ആളിനോട് ഒരു 10 ഡിഫറൻസ് കൂടെ കൂട്ടുമ്പോൾ അത് 13ാമത്തെ ആളാണ്. മൂന്നാമത്തെ ആളിനോട് 10 പ്രാവശ്യം ഡിഫറൻസ് കൂടെ കൂട്ടുമ്പോൾ അത് 13ാമത്തെ ആളാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ ആളിനോട് 20 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ അത് 23ാമത്തെ ആളാവും. അപ്പം നോക്കാം, മൂന്നാമത്തെ ടേം എത്രയാണ്? 15 പ്ലസ് 20 ഇൻറ്റു ഡിഫറൻസ് ആയ 4. 20 × 4 80, 80 പ്ലസ് 15 95. ഇത്രയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, The fifth term of an arithmetic sequence is 21. അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് 21 ആണ്. അതുപോലെ 9th term is 41. 9th term എന്ന് പറയുന്നത് 41 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം മൂന്നാമത്തെ ആളിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ 21 ആണ്, ഒൻപതാമത്തെ 41 ആണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണ്? തേർഡ് ടേം എത്രയാണ്? നോക്കി, ഇവിടെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് തന്നെ കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 41 - 21. അതായത് തന്നിട്ടുള്ള വാല്യൂസിനെ തമ്മിൽ കുറച്ചു. ഡിവൈഡ് ബൈ അവരുടെ പൊസിഷനെ തമ്മിൽ കുറയ്ക്കുക. 9 - 5. 41 ൽ 21 പോയാൽ 20 ഡിവൈഡ് ബൈ 9 ൽ 5 കുറച്ചാൽ 4. 20 / 4 എത്രയാണ്? 5. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഇനി നമുക്ക് ഒന്നാമത്തെ ആളിനെ കണ്ടുപിടിക്കണം. നോക്കിയേ, അഞ്ചാമത്തെ ആളിൽ നിന്ന് ഒന്നാമത്തെ ആളിലേക്ക് പോകണം, ഇല്ലേ? ഈ ഒന്നാമത്തെ ആളിൽ നിന്ന് 5ലേക്ക് പോവാൻ ഡിഫറൻസ് എന്ത് ചെയ്ത് പോവുമായിരുന്നു? ആഡ് ചെയ്ത് പോകുമായിരുന്നു, ഇല്ലേ? ഒന്നാമത്തെ ആളോട് 1 2 3 4 4 പ്രാവശ്യം ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 5ലേക്ക് എത്തും. അങ്ങനെയെങ്കിൽ നേരെ തിരിച്ച് 5ൽ നിന്ന് 1ലേക്ക് പറഞ്ഞ ഈ പറയുന്ന സെയിം പ്രോസസ് തിരിച്ച് ചെയ്യണം, അല്ലെ? അതായത് ഡിഫറൻസിനെ കുറയ്ക്കണം. ഇത്രയും ചിന്തിച്ചാൽ മതി. 5 1 ആകണമെങ്കിൽ എന്ത് ചെയ്യുക? 4 കുറയ്ക്കണം, അല്ലേ?
അതായത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 ഡിഫറൻസ് കുറച്ചാൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, ഫസ്റ്റ് ടേം ഇത്രേ ഉള്ളൂ. 5 എങ്ങനെ ഒന്നാക്കാം? 4 കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 ഡിഫറൻസ് കുറയ്ക്കണം. ഓക്കെ, ഇവിടെ ഫിഫ്ത്ത് ടേം എത്രയാണ് നമ്മുടെ ചോദ്യത്തില്? 21 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. 4 ഇൻറ്റു 5 20. അപ്പോൾ 21 മൈനസ് 20 ഉത്തരം എത്രയാണ്? 1. സിമ്പിൾ അല്ലേ? അടുത്ത മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാനോ? നമുക്കിപ്പോ ഫസ്റ്റ് ടേം കയ്യിലുണ്ട്, അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ല ഇങ്ങനെ 5 9 ഏത് ടേം വെച്ച് വേണമെങ്കിൽ കണക്ക് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ 5നെ തന്നെ വീണ്ടും എടുത്തു. ഫിഫ്ത്ത് ടേമിന് ഞാൻ വീണ്ടും എടുത്തു. ഫിഫ്ത്ത് ടേം ഇനി 5 എങ്ങനെ 3 ആക്കാം? ഈ 5 എങ്ങനെയാണ് 3 ആക്കുന്നത്? 2 കുറച്ചാലല്ലേ 5ൽ നിന്നും 2 കുറച്ചാലല്ലേ 3 കിട്ടും. ഫിഫ്ത്ത് ടേമിൽ നിന്ന് 2 ഡിഫറൻസ് കുറയ്ക്കുക. ഫിഫ്ത്ത് ടേമായ 21 മൈനസ് 2 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? 5. സോ 2 ഇൻറ്റു 5 10. 21 മൈനസ് 10 ഈക്വൽ ടു 11. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 11. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ടേമിൽ നിന്ന് മുന്നിലേക്ക്, അതായത് നിങ്ങൾക്ക് 10ാമത്തെ ടേം തന്നിട്ട് 10ാമത്തെ ടേം തന്നിട്ട് 20ാമത്തെ ടേമോ അല്ലെങ്കിൽ 15ാമത്തെ ടേമോ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. മുന്നിലേക്ക് പോകുമ്പോൾ പ്ലസ് ചെയ്യണം. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകണം. ഇനി പിന്നിലേക്ക് 7ാമത്തെയോ 6ാമത്തെയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ? കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്യണം. ഒരു ടേം വന്നിട്ട് മുന്നിലേക്കാണ് നമുക്ക് ചിന്തിക്കേണ്ടെങ്കിൽ പ്ലസ് ചെയ്യുക, പിന്നിലേക്കാണ് പോകേണ്ടത് കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം ചെയ്തു. ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഫോർത്ത് ടേം ഈസ് 61 and seventh term is 31. നാലാമത്തെ ടേം എന്ന് പറയുന്നത് 61 ആണ്. 7ാമത്തെ ടേം എന്ന് പറയുന്നത് 31 ആണ്. 10th ടേം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നാലാമത്തെ ടേം 61 ആണ്. 7ാമത്തെ ടേം 31 ആണ്. അങ്ങനെയെങ്കിൽ 10th ടേം എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാണ്? നോക്കി, ആദ്യം കോമൺ ഡിഫറൻസ് തന്നെ നമുക്കറിയാവുന്ന ആൾക്കാരെ 31 61 കുറയ്ക്കുക. 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4. താഴേന്ന് മുകളിലേക്കാണ് കുറച്ചത്. 31 മൈനസ് 61. അപ്പൊ ഇവിടെയും താഴേന്ന് മുകളിലേക്ക് കുറയ്ക്കുക. 7 മൈനസ് 4. 31 61 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തിരിച്ചു കുറയ്ക്കും. 61 31 കുറയ്ക്കും. എത്ര കിട്ടും? 30 എന്ന് കിട്ടും. തിരിച്ചു ചെയ്തുകൊണ്ട് മൈനസ് 30 ഡിവൈഡ് ബൈ 7 4 കുറച്ചാൽ 3. സോ മൈനസ് 30 എത്രയാണ്? മൈനസ് 10. എന്റെ കോമൺ ഡിഫറൻസ് കിട്ടി -10. എന്ന് നോക്കിയേ, എനിക്ക് 4ാമത്തെ ആളിനെ 7ാമത്തെ ആളിനെ അറിയാം. ഞാനിവിടെ 7ാമത്തെ ആളിനെ എടുത്തു. 7ാമത്തെ ആളിൽ നിന്ന് എനിക്ക് എന്തിലേക്ക് കിട്ടണം? 10ാമത്തെ ആളിനെ കണ്ടുപിടിക്കണം ഇല്ലേ? അപ്പൊ അറിയാവുന്ന 7ാമത്തെ ടേം ഇവിടെ എഴുതി. 7നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? ഒരു 3 ഡിഫറൻസ് ആഡ് ചെയ്യണം ഇല്ലേ? 7നോട് 3 കൂട്ടിയാലല്ലേ 10 കിട്ടുന്നത്. 3 ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇപ്പൊ 7th ടേം 31 പ്ലസ് 3 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? -10. സോ 31 പ്ലസ് 3 ഇൻറ്റു -10 -30. പ്ലസ് മൈനസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. 31 30 കുറച്ചാൽ ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. നമ്മൾ നോക്കിയേ, ഈ 7ാമത്തെ ആളിനെ നമുക്ക് വീണ്ടും എടുക്കാം. 7th ടൈം എനിക്ക് അറിയാവുന്ന ഒരാളിനെ അവിടെ എഴുതുക. അതിനുശേഷം ചിന്തിച്ചാൽ മതി 7 എങ്ങനെ ഒന്നാക്കാം? 7ന് എത്ര കുറച്ചാൽ 1 കിട്ടും? 6 കുറച്ചാൽ 1 കിട്ടും ഇല്ലേ? അപ്പോ 6 ഡിഫറൻസ് കുറയ്ക്കാം. 7ൽ 4 കുറച്ചാൽ 1 കിട്ടുന്ന പറയുമ്പോൾ 6 ഡിഫറൻസ് കുറയ്ക്കാം. സോ 7th ടേം ആയ 31 മൈനസ് 6 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? -10. ഓക്കെ, ഇവിടെ 31 മൈനസ് 6 ഇൻറ്റു -10. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആകും. 6 ഇൻറ്റു 10 60. സോ 31 60 91. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 91. നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ടേം 10, 10th ടേം 5. ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 5ാമത്തെ പദം എന്ന് പറയുന്നത് 10 ആണ്. 10ാമത്തെ പദം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ 15th ടേം എത്രയാണ്? 25th ടേം എത്രയാണ്? ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ വരുവാണെങ്കിൽ ഫിഫ്ത്ത് ടേം 10, 10th ടേം 5 ഇങ്ങനെ വരുവാണെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. -1 ആയിരിക്കും. ഓക്കെ, അതായത് 5ാമത്തത് കുറഞ്ഞല്ലേ വരുന്നത്. 5ാമത്തെ ആള് 10, 10ാമത്തെ ആള് 10 ൽ 5 എത്തി. കുറയല് ചെയ്ത് ടേമിന്റെ എണ്ണം കൂടിയപ്പോ വാല്യൂ കുറയല് ചെയ്ത് അപ്പൊ -1 ആയിരിക്കും. ഇനി നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 5 - 10 ഡിവൈഡ് ബൈ ഇവിടെ തിരിച്ച് 10 - 5
ഓക്കെ, 5 നിന്ന് 10 കുറച്ചു, താഴെ നിന്ന് മുകളിലേക്ക് കുറച്ചു. സോ ഇവിടെയും താഴെ നിന്ന് മുകളിലേക്ക് കുറച്ചു. 10 മൈനസ് 5. ഓക്കെ, 5 നിന്ന് 10 കുറച്ചാൽ പറ്റത്തില്ല. അപ്പൊ 10 നിന്ന് 5 കുറച്ചു, എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഒരു മൈനസ് വരും. 10 മൈനസ് 5 എത്രയാണ്? 5. 5/5 1, ഒരു മൈനസ് ഉണ്ടായിരുന്നു. സോ മൈനസ് 1. ഓക്കെ, അപ്പൊ എനിക്ക് 15th ടേം കണ്ടുപിടിക്കണം. എന്റെ കയ്യിൽ 10th ടേം ഉണ്ടല്ലേ, ഞാൻ ഈ 10th ടേമിന് എഴുതി. 10th ടേമിൽ നിന്ന് എത്ര കൂട്ടിയാൽ? 5 കൂട്ടിയാൽ ഇല്ലേ? 10th 10നോട് 5 കൂട്ടിയാലേ 15 കിട്ടുന്നത്. അപ്പോൾ 10th ടേമിനോട് 5 ഡിഫറൻസ് കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 15ാമത്തെ ടേം കിട്ടും. അത്രേ ഉള്ളൂ. 10നോട് എത്ര കൂട്ടിയാൽ 15 കിട്ടും? 10നോട് 5 കൂട്ടിയാൽ 15 കിട്ടും. സോ 10th ടേമിനോട് 5 ഡിഫറൻസ് കൂട്ടാം. 10th ടേം എത്രയാണ്? 5 പ്ലസ് 5 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? -1. 5 പ്ലസ് 5 ഇൻറ്റു -1 എത്രയാണ്? -5. പ്ലസും മൈനസും മൈനസ് ആയിട്ട് മാറും. 5ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 0. സോ ഇവിടെ 15th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 0. ഓക്കെ, അടുത്ത 25th ടേം കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ വീണ്ടും ആരെ തന്നെ എടുക്കുന്നു? 10th ടേമിന്റെ തന്നെ എടുക്കുവാണ്. 10th ടേം പ്ലസ് 10th ടേമിന്റെ കയ്യിലുണ്ട്. എനിക്ക് 25th ടേം വേണം. 10ാമത്തെ ആളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എനിക്ക് 25ാമത്തെ ആളിനെ വേണം. 10നോട് എത്ര കൂട്ടിയാൽ 25 കിട്ടും? 10നോട് 15 കൂട്ടിയാൽ 25 കിട്ടും ഇല്ലേ? അപ്പോൾ 10th ടേമിനോട് 15 ഡിഫറൻസ് കൂട്ടാം. സോ 10th ടേം ആയ 5നോട് 15 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയ -1. സോ 5 പ്ലസ് 15 ഇൻറ്റു -1 -15. പ്ലസും മൈനസും മൈനസ് ആയിട്ട് മാറും. 5 മൈനസ് 15. 5ൽ നിന്ന് 15 കുറയ്ക്കാൻ പറയുമ്പോൾ തിരിച്ച് കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. 15ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 10. ആൻസർ -10. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ എക്സസൈസിൽ, നമ്മുടെ മൂന്നാമത്തെ എക്സസൈസിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഇന്ന് ചെയ്ത ഈ 4 പ്രോബ്ലംസ്, 4 ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി എക്സസൈസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.